ഷൈൽകുമാർ, തോമസ് ചാഴികാടനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹം വ്യക്തിപരമായി ഒരു ഒറ്റയ്ക്ക് എൽ ഡി എഫിലേക്ക് വന്നാൽ അദ്ദേഹം പറഞ്ഞ വിമർശനങ്ങൾ വേണമെങ്കിൽ ശരിവെക്കാം. പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെയാണ് എൽ ഡി എഫിലേക്ക് വന്നത്. അങ്ങനെ ഒരു മുന്നണി മാറ്റത്തിൻ്റെ വ്യത്യാസം 2019 നിന്ന് 2024 എത്തുമ്പോൾ സംഭവിച്ചിട്ടുണ്ട്. കോട്ടയം അടക്കമുള്ള ജില്ലകളിൽ ഇടതുമുന്നണിയുടെ സാധ്യതകളെ എങ്ങനെ അത് കൂടുതലായി സ്വാധീനിക്കും എന്ന ഒരു വിഷയം. രണ്ട്, സിറ്റിംഗ് എം പി വീണ്ടും മത്സരിക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ MLA കാലത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിന് തർക്കം. MP കാലത്തെക്കുറിച്ച് കാര്യമായി തർക്കിച്ചു വന്നില്ല. പക്ഷേ കേന്ദ്ര പദ്ധതികളുണ്ടോ എന്ന ചോദ്യവുമുണ്ട്. LDF എന്തു മറുപടി കൊടുക്കും? ഒന്ന്, തോമസ് ചാഴിക്കാടനെ എത്രത്തോളം ഭയപ്പെടുന്നു UDF എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട പ്രിൻസ് ലൂക്കോസിൻ്റെ ഓരോ വരിയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയേറെ ഭയപ്പെടുന്ന ഒരു ഉയർന്ന സ്ഥാനാർത്ഥിത്വമാണ് തോമസ് ചാഴിക്കാടൻ. കേരളത്തിലെ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം മത്സരിച്ചതെങ്കിലും കേരള കോൺഗ്രസ് എം എന്ന പാർട്ടി LDFൻ്റെ ഭാഗമായതിനെ തുടർന്ന് അദ്ദേഹം കേരളത്തിനു വേണ്ടി വാദിച്ചൊരു MP-യാണ്. UDFൻ്റെ 18 MP-മാരും കേരളത്തിനെതിരായി ദില്ലിയിൽ പോയി പാർലമെൻറ്റിൽ മോദിക്കൊപ്പം നിന്നപ്പോൾ മണിപ്പൂരിലേക്ക് പോകാനും അവിടെ വേദനിക്കുന്ന മനുഷ്യനോടൊപ്പം നിൽക്കാനും തൻ്റെ ഇടം കാണിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിമാനമായ MP-ആയിട്ടാണ്, നിലപാടുള്ള MP-ആയിട്ടാണ് ഈ കോട്ടയം മണ്ഡലത്തിലെ പൗരജനങ്ങൾ തോമസ് ചാഴിക്കാടനെ കാണുന്നത്. നിങ്ങൾ മണിപ്പൂരിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ മണിപ്പൂരിൽ പോകാം, മുമ്പും പോകാം. കാരണം വിനോദയാത്രയ്ക്ക് പോകാം. ഇപ്പോൾ പിന്നെ കുറെ കൂടെ നമുക്ക് യാത്രാ സൗകര്യമുണ്ട്. പക്ഷേ 260ഓളം പള്ളികൾ തകർക്കപ്പെട്ടപ്പോൾ അതിൻ്റെ പുകച്ചുരുളുകൾ ഉയരുന്ന നാട്ടിൽ അതിൻ്റെ നടുവിലൂടെ നടക്കാൻ അവധൂതനെപ്പോലൊരു തോമസ് ചാഴിക്കാടൻ ഉണ്ടായി എന്നുള്ളത് UDFൻ്റെ ഉറക്കം കെടുത്തുന്ന ഒരു സാന്നിധ്യമാണ്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നണിയിൽ നിന്നും മാറ്റം വരുന്നത് ആദ്യമല്ല. ബഹുമാനപ്പെട്ട പ്രിൻസ് ലൂക്കോസിൻ്റെ നേതാവ് PJ ജോസഫ് 2009 LDFൻ്റെ ഭാഗമായിരുന്നു. LDFൻ്റെ മുന്നണിയിൽ മന്ത്രിമാരായിരിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദൻ്റെ മന്ത്രിസഭയിൽ നിന്നും അദ്ദേഹം പിന്മാറി UDFലേക്ക് പോയി. കടുത്തുരുത്തിയിൽ തൊട്ടടുത്ത് ഇദ്ദേഹത്തിൻ്റെ നേതാവ് അവിടുത്തെ MLA UDFലേക്ക് പോയി. LDFൽ മന്ത്രിയായ ശേഷം LDFൽ നിന്ന് UDFലേക്ക് പോയ ആ പാരമ്പര്യമാർക്കുള്ളത്. ആ കെട്ട പാരമ്പര്യത്തെ, ആ പാർട്ടിയെ തന്നെ ഇല്ലാതാക്കി. ഇന്ന് 2 കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള മത്സരമെന്ന് ബഹുമാനപ്പെട്ട ശരത്ത് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതിന് കാരണം കേരള കോൺഗ്രസ് ഒന്നേ ഉള്ളൂ, അത് ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ്സാണ്. 2ലെ ചിഹ്നം 8 തവണ. അപ്പോൾ ഈ ജോസഫ് ഗ്രൂപ്പിനെ എങ്ങനെ വിവക്ഷിക്കണം? അതാണ്, ജോസഫ് ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പില്ല. ഇവിടെ ബഹുമാനപ്പെട്ട പ്രിൻസ് വന്ന് മത്സരിക്കുമ്പോൾ അദ്ദേഹം ആരാ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ ജയസൂര്യൻ പ്രവർത്തിച്ചത് ഇദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വേണ്ടിയാണ്. ജയസൂര്യൻ്റെ മുന്നണിയിലുണ്ടായിരുന്ന PC തോമസിൻ്റെ ഒരു പാർട്ടിയുണ്ട്, കേരള കോൺഗ്രസ്. ആ കേരള കോൺഗ്രസിന് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും ഇവർ പുറത്തായപ്പോൾ അനാഥമായി നടന്ന PJ ജോസഫും അനാഥമായി നടന്ന മോൻ ജോസഫും ഷെഡിൽ കിടന്നിരുന്ന PC തോമസിൻ്റെ വണ്ടിയെ കയറി മുന്നോട്ട് വന്നിട്ടത് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോട്ടയത്തെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. കേരള കോൺഗ്രസ് 2ലെ ചിഹ്നത്തിൽ ഒരു കേരള കോൺഗ്രസ് കോട്ടയത്തുള്ളൂ. അത് ഈ തെരഞ്ഞെടുപ്പ് കാണാൻ പോവാണ്. അതിൻ്റെ അസ്വസ്ഥതയാണ് പ്രകടിപ്പിക്കുന്നത്. അല്ലെങ്കിൽ തോമസ് ചാഴിക്കാടന് ഒരു 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 കൊച്ചുകുട്ടിക്ക് പോലും എന്തെങ്കിലും ഒരു വിപ്രതിപത്തി തോന്നാവുന്ന ഒരു കാര്യവും അദ്ദേഹം ചെയ്തിട്ടില്ല. എന്നാൽ അദ്ദേഹം ഒന്നാമനാണ്. ഞാനൊരു ചാനലിൽ ഒരു മാധ്യമപ്രവർത്തകർ പറയുന്നത് കേട്ടപ്പോൾ കുളിർ കൊണ്ടു. എന്താണ്? ശശി തരൂർ അല്ല ഒന്നാമൻ. ഏത് ബഹുമാനപ്പെട്ട പ്രിൻസിൻ്റെ മുന്നണിയിൽപ്പെട്ട ശശി തരൂർ അല്ല ഒന്നാമൻ. പിന്നെ ആരാ ഒന്നാമൻ? ഒന്നാമൻ ചാഴിക്കാടനാണ്. കേരളത്തിനകത്ത് MP ഫണ്ട് വിനിയോഗം 100ൽ 100. നമുക്ക് ചാഴിക്കാടനെ എങ്ങനെയാണ്? പിന്നെ കേന്ദ്ര പദ്ധതികൾ. ബഹുമാനപ്പെട്ട തോമസ് ചാഴിക്കാടൻ ഇവിടെ MP ആകുന്നതിന് മുമ്പ് കോട്ടയം വഴിയുള്ള തീവണ്ടിപ്പാതയുടെ ഇരട്ടിപ്പിക്കൽ നടന്നിരുന്നില്ല. തീവണ്ടിപ്പാതയുടെ ഇരട്ടിപ്പിക്കൽ കേന്ദ്ര പദ്ധതികൾ വിജയിച്ചോ കോട്ടയത്ത്? അഭിമാന പുരസ്സരം പറയാം. കോട്ടയം വഴിയുള്ള തീവണ്ടിപ്പാത ഇരട്ടിപ്പിക്കലിന് ശരവേഗമുണ്ടാക്കിയത് കോട്ടയത്തെ MP-മാരായിരുന്ന ജോസ് കെ മാണിയുടെയും തോമസ് ചാഴിക്കാടൻ്റെയും ഇടപെടലുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഇടപെടലുണ്ട്. നമ്മുടെ കാരിത്താസ് മേൽപ്പാലമുണ്ട്. കേന്ദ്ര പദ്ധതികളൊക്കെ ഇവിടെ വന്നെന്ന് ചോദിച്ചാൽ എത്ര മേൽപ്പാലമുണ്ട്? എണ്ണിത്തീരുകയല്ല. അത്രത്തോളം മേൽപ്പാലം ഈ മണ്ഡലത്തിൽ ചാഴിക്കാടൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് പറയാം. പിന്നെ യാത്ര പോയാൽ പാസ്പോർട്ട് സേവാകേന്ദ്രം അപ്പുറയുണ്ട്. പറയാൻ ഒത്തിരിയുണ്ട്. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്
തോമസ് ചാഴിക്കാടൻ ഒരു വികാരമായി കഴിഞ്ഞു. കോട്ടയത്തെ മനുഷ്യന്റെ മനസ്സിലെ ഒരു വികാരമായി കഴിഞ്ഞു. അദ്ദേഹം LDF-ന് ഒരു ആശങ്കയും ഇല്ലെന്നാണോ? ആശങ്കയില്ല എന്ന് മാത്രമല്ല, അവിടെയാണ് ഒരു വാക്കൂടെ പറയാൻ എന്നെ അനുവദിക്കണം. ഒരു വാക്കേ ആകാവൂ. LDF-ന്റെ ചരിത്രത്തിൽ ശരി. LDF-ന്റെ ചരിത്രത്തിൽ ലോകസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ മുന്നണിയാണിത്. കാരണം ഇന്ന് കേരള കോൺഗ്രസ് ഉൾപ്പെടുന്ന മുന്നണി LDF ആയതോടുകൂടി UDF-ന്റെ നടുപൊടിഞ്ഞു. UDF-ൽ ആരാ ബാക്കി? ലീഗും കോൺഗ്രസും അല്ലാതെ പിന്നെ ആരാ UDF-ൽ ബാക്കിയുള്ളത്? അതുകൊണ്ട് വലിയ മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അത് കോട്ടയത്തെ ജനങ്ങൾ അനുഭവിച്ചത് എങ്ങനെയെന്നുള്ളത് അടുത്ത ഘട്ടത്തിൽ പറയാം. ശരി.